निर्भरापरं ब्रह्म तस्मै श्रीगुरुवे नमः। ओम शांति शांति शांति। വിവരത്തിലേക്ക് പ്രണാമം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എല്ലാവരും അറിയുന്നത് പോലെ ഇന്ന് നമുക്ക് ഒരു സുദിനമാണ്. ഒരു മഹത്തായ ഉയർന്നു വന്ന ഒരു ഒരു യുഗ പുരുഷൻ തന്നെ കടലെടുത്ത സ്ഥാനമാണ്. ആ മഹാഗുരുവിന് ഇതിനെ ഉൾക്കൊണ്ട് ജീവിക്കുവാൻ ഏതെല്ലാം തരത്തിൽ നമ്മെ ഓരോരുത്തരെയും തയ്യാറാക്കുമോ, നമുക്ക് തയ്യാറാക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംഗതിയാണ്. ഒരു വ്യക്തി തന്നെയാണ് ഇതിയുടെ ജന്മസ്ഥലം. കാരണം ഒരു ശരികാല ദേശ അതീതമായി വർദ്ധിക്കുന്ന നിത്യ സത്യം തന്നെയാണ്. നിത്യ ചൈതന്യ സ്വരൂപിയാണ്. അത് മനസ്സിലാക്കാൻ ഭാഗ്യമുള്ളവർക്ക് ഇപ്പോഴും അത് തന്നെയാണ്. ആ ശരീരം ഉപേക്ഷിച്ച്, അതായത് അത് വന്നതുപോലെ പഞ്ചഭൂതങ്ങൾക്ക് തിരികെ കൊടുത്തിട്ട് സ്വഭാവം ആസ്ഥിത എന്നാണ് നാരായണ ഗുരു ചട്ടമ്പി തിരുവടികളുടെ സമാധിയോടനുബന്ധിച്ച് പറഞ്ഞത്. എന്താണോ നാം ഈ പ്രപഞ്ചത്തിൽ ഉൾക്കൊണ്ടത് അത് തിരികെ കൊടുത്തിട്ട് തൻ്റെ തനി സ്വരൂപമായ ബ്രഹ്മ സ്വരൂപം ആർജിച്ചു എന്നാണ്. ആ നിലയാണ് നിത്യ ചൈതന്യ ഗുരുവിനെ ഗുരുവായി കാണുന്ന നാം അറിയേണ്ടത്. എന്തായാലും മഹാഗുരു സമാധിയായി 25 വർഷത്തിന് ശേഷമാണ് ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പേര് മഹനീയമായ സംരംഭം ഉണ്ടാകുന്നതിന് അവസരമുണ്ടായി. അത് പല ഗവൺമെൻറ് മാറി മാറി വന്നെങ്കിലും ഈ ഗവൺമെൻറ്റിനാണ് ആ ഭാഗ്യം ലഭ്യമായത്. അതുപോലെ തന്നെ ഇന്ന് ഈ യോഗം ഇവിടെ ഇരുള അംഗണത്തിൽ സാധാരണ അറിയാമല്ലോ, സാംസ്കാരികത്തിന് സാംസ്കാരികം ഉൾക്കൊള്ളുന്നതാണെങ്കിലും സാംസ്കാരികത്തിന് അപ്പുറമായ ആധ്യാത്മികതയുടെ ഒരു പ്രവർത്തന സ്ഥാനമാണ്. ഇവിടെ ഇങ്ങനെ ഒരു സമ്മേളനം വരുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പ്രഭാവം കൊണ്ട് എല്ലാവരിലും അത് കാണാനും കഴിയും. അത് ആകട്ടെ. എന്നിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്, ഇത്രയും വർഷമായി 4 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ആ മഹാനുഭാവൻ്റെ സംഭാവന മനുഷ്യ സമൂഹത്തിന് അകമാന മനുഷ്യ സമുദായം ഞാനമാനം ആ മഹാത്മാവിൽ നിന്ന് കിട്ടിയ വാക്കുകൾ ശാസ്ത്രീകരിക്കുന്നത് ഉള്ള മഹത്തായ സംരംഭമാണ്. അത് വൃത്തി ചെയ്തിരിക്കുന്ന സാധാരണ നമ്മൾ പറയുന്ന ഈശ്വരനായ ആ വ്യക്തി ഗുരുവാണ്. ഗുരു എന്ന് പറയുമ്പോൾ ഗുരുപരമ്പരയെ പ്രതിനിധാനം ചെയ്യുന്ന ഗുരുവാണ്. അത് അപ്പോൾ സ്വയംഭൂ മുതൽ ഇങ്ങോട്ട് പറഞ്ഞു വരുന്ന അനേകം ആചാര്യന്മാരെ എല്ലാം പറഞ്ഞു വന്നിട്ട് നാരായണ ഗുരുവിൽ അത് വന്നു നിൽക്കുന്നു. നാരായണ ഗുരുവിൽ നിന്ന്
ഗുരുവിൻ്റെ ശിഷ്യ ഉത്തമനായ നടരാജഗുരുവിൽ നിന്നും അത് വേറൊന്നുണ്ടായിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാൻ എടുത്തു പോകുന്നതാണ്. അവനിവനെന്ന് അറിയുന്നതൊക്കെ വന്നാൽ അവന് ഈ ആദ്യമമായ ഒരു ആത്മരൂപം, അങ്ങനെ ആത്മരൂപമാണ് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞിരിക്കുന്ന ചൈതന്യ ശേഷം ആണ് ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ട് രണ്ടാമതൊരാളില്ല, അന്യനായ ഒരാളില്ല. അതുകൊണ്ട് തൻ്റെ സുഖത്തിനായിരിക്കുന്നവ വേറെ വേറെ രൂപങ്ങളിൽ ഭാവങ്ങളിൽ കാണുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയായിരിക്കണം നമ്മുടെ ഓരോ പ്രയത്നവും ഓരോ ചെയ്തിയും ഓരോ ഉദ്ദേശവും സാധ്യമാക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു. അവനിങ്ങനെ അറിയുന്നതൊക്കെ ഓർത്താൽ അവന് ഈ ആത്മമായ ഒരു ആത്മരൂപം അവരവരാത്മസുഖത്തിനായിരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം. ഈ തത്വം ഒരു പരമ്പരയിൽ കൂടി മാത്രം നമുക്ക് അത് ഗ്രഹിക്കുവാൻ കഴിയും. അല്ലെങ്കിൽ യേശുവിനെ പോലെ ജീവിക്കണം, നാരായണനെ പോലെ ജീവിക്കണം, നിത്യചൈതന്യയെ പോലെ ജീവിക്കണം. അങ്ങനെ ജനിച്ചാൽ നമുക്ക് പഠിക്കാതാകാം. അതായത് ആ പരമ്പരയിൽ നാരായണനും നല്ലതിനും ഒരു നിത്യ ചൈതന്യം. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുമ്പോഴും ഞാൻ ഗുരുകുലത്തിന് വേണ്ടിയും ഇന്ന് ആ സ്ഥാനം നാരായണ ഗുരുകുലം ആണിത്. നാരായണ ഗുരുകുലത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഗുരു നാരായണ പ്രസാദിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഇവിടുത്തെ ഈശ്വര സ്വാമി നിങ്ങളോട് സംസാരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. എന്തായാലും ഞാൻ അധികം നീട്ടുന്നില്ല. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് തികച്ചും ഔചിത്യമുള്ള ഒരു പരിപാടിയാണ് ഇന്നിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ അനുവാദത്തോടുകൂടി തന്നെയാണ് അത് നിർവഹിക്കുന്നത്. കാരണം ഈ ഭൂമി വാങ്ങുന്നതിന് ഉപയോഗിച്ച പണം എന്താണെന്ന് ആലോചിക്കുമ്പോഴാണ് ആ ഗുരുവിനെ ഓർത്ത് അതിൻ്റെ മഹനീയതയിലേക്ക് ഒന്നുകൂടി സന്തോഷം തരുന്നു. അത് നല്ല പഞ്ചായത്തിന്, നല്ല ജനകീയ സംവിധാനത്തിന്, അതിൻ്റെ ആലോചനത്തിന്, അതിൻ്റെ ആവിഷ്കാരത്തിന്, അതിൻ്റെ ഫലത്തിന് എല്ലാം പത്രീഭൂതമായ സ്റ്റേറ്റിൻ്റെ ഒന്നാമത്തെ സ്ഥാനം ലഭിച്ച ഈ പഞ്ചായത്തിന് കിട്ടിയ ധനമാണ് ആദ്യമായിട്ട് ഭൂമി വാങ്ങുന്നതിന് വിനിയോഗിച്ചതെന്ന് ഇപ്പോൾ അറിയുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പോൾ അതിനെല്ലാം നിമിത്തമായി ഞാനൊരു ജീവിതത്തിലിരിക്കുകയാണ്. ചില വാക്കുകൾ അഹങ്കാര കടന്നതാണ് ഗുരുവിൻ്റെതല്ല, സത്യത്തിൻ്റെതല്ല, അതിൻ്റെ അറിവില്ലായ്മയും എൻ്റെ വികാരമായതുകൊണ്ടും ആയിരിക്കണം. അല്ലാതെ സത്യമായിട്ട് നാം നിന്ന് വരികയാണെങ്കിൽ അത് ഈശ്വരീയമാണ് എന്നേ പറയുന്നത്. ഇങ്ങനെ ഓതും മൊഴിയും ഓർക്കും എന്ന് നാരായണ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴങ്ങനെ ഈ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരിക്കുവാൻ നിയോഗം ലഭിച്ച ഒരാളാണ്. അവരുടെ കർമ്മദൃഢത കൊണ്ടും മനസ്സിൻ്റെ നയനയും കൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തന ശേഷി കൊണ്ടും സേവനം കൊണ്ടുമെല്ലാം ആണ് ഇന്നത്തെ ഈ സംരംഭം ഇവിടെ ഇന്ന് തുടങ്ങുന്നതിന് ഒരു സൗഭാഗ്യം ഉണ്ടായി. അത് സമുചിതമായി ഈ ജില്ലയുടെ അധികാരിയായ കളക്ടർക്കും അതുപോലെ തന്നെ ഈ ഭാഗത്തിലെ ജനപ്രതിനിധിയായ MLAക്ക് കൈമാറുന്ന ഒരു സുദിനം ആണ് ഇത്. ഇനി വരാനിരിക്കുന്ന നിത്യചൈതന്യ ഗുരുവിൻ്റെ പേരിൽ വരാനിരിക്കുന്ന വിശ്വവ്യാപകമായ സംരംഭത്തിൻ്റെ നാമം വിളിക്കുന്ന സന്ദർഭമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് സുദിനമാണ് എന്ന്. ഞാൻ നിൽക്കുന്നില്ല. ഗുരുവിനെ പറ്റി പറയാൻ തുടങ്ങിയാൽ കേൾക്കുന്നവർക്കും പറയുന്നത് എനിക്ക് പുതിയ അങ്ങനെയുള്ള സമയമല്ലല്ലോ. ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ സമയമുണ്ട്. എന്നാലും ഇതിന് ഓർക്കം വയ്ക്കുക ഒരു ഗുരുവിൻ്റെ വാക്കുകളോടുകൂടി ഞാൻ അധ്യക്ഷ സ്ഥാനമാണ് നിയോഗിക്കപ്പെട്ടതെങ്കിൽ അവരെ എഴുതിക്കാം. ഒന്നായ മാനവർ കൊത്തലി ഈ മണ്ണ് നമ്മുടെ ആകെ ഭൂമി, ഈ മണ്ണ് നമ്മുടെ ആകെ ഭൂമി. ഇത് കേരളമോ ഭാരതമെന്നോ അല്ലെങ്കിൽ ഏഷ്യ ഭൂഖണ്ഡമെന്നോ ഒന്നും ഒരു ഭേദവുമില്ല. ഇത് കാലദേശാതീതമായി പോകുന്നതാണ്. ഇവിടെ നിത്യജീവനെ 70 ഞാൻ 73 കഴിക്കുന്ന കാലത്ത് ശിഷ്യനാകുന്നു. 70 ഗുരുവിന്റെ ശിഷ്യനായ അമേരിക്കയിൽ വന്നിരുന്ന കാലം നവംബർ 2 നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ കാലിഫോർണിയയിൽ
പാവങ്ങൾ ഇദ്ദേഹം നിത്യം ചെയ്യുന്ന ഗുരുവിൻ്റെ ശിഷ്യനാണ്. ഡോക്ടർ പി.എം. മുറാസ് 1970 ഗുരുവിനെ അമേരിക്കയിൽ വെച്ചാണ് മലയാളത്തിൽ ശിഷ്യത്വം ജീവിക്കും മഹാത്മാവാണ്. അതുകൊണ്ട് ദേശീയതയ്ക്കപ്പുറം ദേശീയ ഉൾക്കൊള്ളണം, ദേശീയതയ്ക്കപ്പുറം ആ മാനവവികാരം ഒന്നായ മാനവ നീതി. ഈ മണ്ണ് നമ്മുടെ ആഹഭൂമി എന്ന് പറയുമ്പോൾ വിശ്വവ്യാപകമായ അർത്ഥത്തിലാണ് ഈ ഭൂമി എന്ന് പറയുന്നത്. ഈ മണ്ണ് നമ്മുടെ ആഹഭൂമി ഒന്നായി പണിയെടുക്കണമെന്ന എല്ലാവർക്കും ഓർമ്മകൾ. ഇത് ഈ ഗുരുവിൻ്റെ ഈ വാക്ക് ഒന്നുകൂടി എല്ലാവരെയും മനസ്സിൽ നടത്തുകൊണ്ട് ഈ സംഘത്തിന് എല്ലാ മന്ത്രങ്ങളും ഗുരുകാര്യങ്ങളും ജനങ്ങളോടൊന്നും നമുക്കെല്ലാവർക്കും വാക്കുകൾ കേൾക്കാം. എന്താ പറയുക, വളരെ പ്രധാനപ്പെട്ട ആ ചടങ്ങിൽ നമുക്ക് സാധ്യമാകാൻ അവതരിപ്പിക്കാൻ അവസരം നമുക്ക് സംസാരിക്കുമ്പോൾ ചെയ്യാൻ ശരി. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ കേരളത്തിലെ ഏറ്റവും പ്രായമായ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമല്ല, ഏറ്റവും നല്ല ഒരു ഭരണകർത്താവ് എന്ന നിലയിൽ തന്നെ ഇന്ന് കേരളത്തിൽ ആകെ അറിയപ്പെടുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് ശ്രീ വീരേഷ് മാമ്പഴ. നമുക്കറിയാം, ഇവിടെ സൂചിപ്പിച്ച സ്വരാജ് ട്രോഫി അത് കേവലം ഒരു ദിവസത്തെ ധാരണയാണ് ഇന്ന് ഈ മഹത്തായ സംരംഭത്തിന് വസ്തു വാങ്ങിയിട്ടുള്ളത്. ആ വസ്തു വാങ്ങുന്നതിലും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചുക്കാൻ പിടിക്കുന്ന ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ വീരേഷ് മാമ്പഴ അവരെ ഈ ചടങ്ങിലേക്ക്, ഈ ധന്യമുഹൂർത്തത്തിലേക്ക് സാർവമായി സ്വാഗതം ചെയ്യും. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കോന്നിയുടെ ജനകീയ എം.എൽ.എ. അഡ്വക്കേറ്റ് കെ. ജിനേഷ് കുമാർ ആണ്. നമുക്കറിയാം, ഇന്ന് കോന്നിയുടെ സമസ്ത മേഖലകളിലും വികസന പ്രവർത്തനങ്ങളുടെ ഒരു തേരോട്ടം നടത്തുന്ന ഒരു വികസന തേരാളിയാണ് ശ്രീ കെ. ജിനേഷ് കുമാർ അവർ. ഈ കോന്നിക്ക് വേണ്ട ബൃഹത്തായ പദ്ധതികൾ ഒന്നൊന്നായി നടപ്പാക്കുന്നതോടൊപ്പം തന്നെ കോന്നി നിയോജക മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലുമുള്ള എല്ലാ പ്രദേശങ്ങളിലും വികസനത്തിന്റെ കരസ്പർശം ഏൽക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദരണീയനായ കോന്നിയുടെ ജനകീയ എം.എൽ.എ. നമ്മുടെ ഈ കോന്നി മേഖലയിൽ കോന്നിയുടെ ഏറ്റവും വലിയ അഭിമാനമായി മാറിയിട്ടുള്ള അദ്ദേഹമാണ്. ഈ കോന്നിക്ക് വേണ്ടി, കോന്നിയുടെ പൈതൃകം നിലനിർത്തുന്നതിന് വേണ്ടി ഒരു നിത്യജീവനീതിയുടെ അദ്ദേഹത്തിന്റെ സ്മാരകം ഈ കോന്നിയുടെ മണ്ണിൽ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ തന്നെ ആരംഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയും സർക്കാരിനോട് ആവശ്യപ്പെട്ട് നമുക്ക് ഇത്തരത്തിൽ യതിയുടെ പേരിലുള്ള ഒരു സ്മാരകം അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ നിർമ്മിക്കുന്നതിന് വേണ്ട നടപടികളുമായി മുന്നോട്ട് പോയി അതിന് അനുവാദം നേടിയെടുത്ത് നമ്മുടെ എല്ലാം അഭിമാനമായി മാറിയ കോന്നിയുടെ പ്രിയങ്കരനായ എം.എൽ.എ. അഡ്വക്കേറ്റ് കെ. ജിനേഷ് കുമാർ അവരെ ഈ വേദിയിലേക്ക് ആത്മാവുമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാന്യ വ്യക്തിത്വങ്ങൾ, ബഹുമാനായ SNDP യോഗത്തിന്റെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ശ്രീ പത്മകുമാർ അവർ, അദ്ദേഹം സമുദായ പ്രവർത്തനത്തിൽ പുതിയ കാൽവയ്പുകളുമായി സമുദായത്തിന്റെ ഒന്നാകെയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുകയും അതോടൊപ്പം തന്നെ ഈ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും ഒപ്പം നിന്നുകൊണ്ട് നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനായ പത്മകുമാർ സാറിനെ വേദിയിലേക്ക് ഭാഗവുമായി സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ദേവകുമാർ ഈ മേഖലയിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ ദേവകുമാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ വർഗീസ് ബേബി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഈ നാടിനോടൊപ്പം നിന്നുകൊണ്ട് നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രീ വർഗീസ് ബേബിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP യോഗത്തിന്റെ സെക്രട്ടറി ശ്രീ കുമാർ സാർ, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ നാടിനോടൊപ്പം നിൽക്കുന്ന പ്രിയപ്പെട്ട അൽകുമാർ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. SNDP യോഗത്തിന്റെ കൗൺസിലറായിട്ടുള്ള TP സുന്ദരേശൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ ശ്രീ വി കെ രഘുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഗ്രാമപഞ്ചായത്തിന്റെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീ സിദ്ധിയെ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ ഏരിയയുടെ സ്മാരകം നിലനിൽക്കുന്ന ഈ വാർഡിന്റെ മെമ്പർമാരായിട്ടുള്ള ശ്രീ അമൃത് സുരേഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗ്രാമപഞ്ചായത്ത് അംഗം മോഹൻ നായർ, അദ്ദേഹത്തെ എത്ര ആഗ്രഹിച്ചാലും മര്യാദ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വളരെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ പരാമർശിക്കാറുണ്ട്. കാലാന്തരങ്ങൾക്കും ദേശാന്തരങ്ങൾക്കും ഉപരിയായി ചൈതന്യം ലോകമാകെ പടർത്തി നമ്മുടെയൊക്കെ ഉള്ളിൽ സ്നേഹം നിറയ്ക്കുന്നു. ഗുരുവിദ്യയുടെ പവിത്രമായ ഈ ഭൂമിയിൽ നിന്നുകൊണ്ട് ഏറ്റവും മഹനീയമായ ഈ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ കഴിഞ്ഞതിൽ ആദ്യമേ ഉള്ള സന്തോഷം അറിയിക്കുകയാണ്. ഗുരുവിദ്യ ചൈതന്യയെ കുറിച്ച് ഞാൻ ആദ്യമായി കേൾക്കുവാൻ അല്ലെങ്കിൽ പഠിക്കുവാൻ ഇടയാവുന്നത് ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ പാഠപുസ്തകത്തിൽ ഗുരുവിദ്യയുടെ പെൻസിലിലേക്കുള്ള യാത്രയുടെ അനുഭവം സംബന്ധിച്ചുകൊണ്ട് പഠിക്കുവാനുള്ള ഒരു പാഠഭാഗം. അതിൽ നിന്നാണ് ഗുരുവിദ്യയെ കുറിച്ചുള്ള അനുഭവങ്ങൾ ആദ്യമായി കേൾക്കുന്നതിന് ഇടയാവുന്നത്. അന്ന് എന്നെ അനുഭവപ്പെടുത്തിയ ഒരു വസ്തുത, ആ യൂണിറ്റിലുണ്ടായിരുന്ന മറ്റു പാഠഭാഗങ്ങൾ, ഒന്ന് വിക്ടർ ഹ്യൂഗോയുടെ ഭാഗങ്ങളിലെ ഒരു ഭാഗവും ആഫ്രിക്കൻ എഴുത്തുകാരനായ ഗോഗിവാത്തിയോഗോ എന്ന് പറയുന്ന എഴുത്തുകാരന്റെ അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനത്തിലെ ഒരു പാഠഭാഗവുമായിരുന്നു. ഗുരുവിദ്യ നമ്മുടെ നാട്ടുകാരനാണ്. അദ്ദേഹം ജനിച്ച മണ്ണ്, ആ പവിത്രമായ ഭൂമി ഞാൻ കൂടി വസിക്കുന്ന അരുവാപ്പുരം ഗ്രാമപഞ്ചായത്തിലാണ് എന്നുള്ളത് അത് തിരിച്ചറിയുന്ന നിമിഷം എനിക്ക് വളരെ അത്ഭുതം തോന്നി. ലോകമറിയപ്പെടുന്ന പ്രഗത്ഭരായ എഴുത്തുകാർക്കൊപ്പം നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരു സന്യാസി വര്യന്റെ എഴുത്ത് അതിൽ ഉൾപ്പെടുത്തിയതിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നി. പക്ഷെ എന്റെ അറിവില്ലായ്മ കാരണമാണ് ഞാൻ അദ്ദേഹത്തെ അറിയാതെ പോയത് എന്ന് പിന്നീടാണ് എനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ പുതിയ തലമുറയിൽപ്പെടുന്ന ആളുകൾക്ക് ലോകമറിയപ്പെടുന്ന, ലോകം ആരാധനയോടെ കാണുന്ന, സമൂഹത്തിന്റെ സമസ്ത മേഖലകളെയും സ്വാധീനിച്ചിട്ടുള്ള, സ്പർശിച്ചിട്ടുള്ള ഗുരുവിദ്യയുടെ വാക്കുകളും പ്രവൃത്തിയും അദ്ദേഹത്തിന്റെ അനുഭവവും ജീവിതവും എല്ലാം ഒരുപക്ഷെ സുപരിചിതമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യത്തെ മറികടക്കുവാൻ അദ്ദേഹത്തിന്റെ ഓർമ്മകളെ നാട് അംഗീകരിക്കുന്ന, സ്വന്തം ദേശം അംഗീകരിക്കുന്ന ഒരു നിലയുണ്ടാവണം എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ ദീർഘനാളായുള്ള ആഗ്രഹമായിരുന്നു. ഏതൊരു വ്യക്തിയും അദ്ദേഹത്തിന്റെ പ്രഭാവത്താലും ദേശങ്ങൾക്ക് അതീതമായി സഞ്ചരിക്കുമ്പോഴും സ്വന്തം ദേശം അദ്ദേഹത്തോട് ആദരവ് കാട്ടുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഗുരു ആദ്യമായി സ്ഥാപിച്ച ആശ്രമമാണ് ഈ വിദ്യാനികേതൻ ആശ്രമം. ഗുരുവിനെ കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ലോകത്തിന്റെ എല്ലാ പ്രഗത്ഭമായ സർവകലാശാലകളിലും അദ്ദേഹത്തിന്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തുകയും അവിടെ പ്രൊഫസർമാരായി സേവനമനുഷ്ഠിക്കുകയും ഡൽഹി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെയും ഡയറക്ടറായി ഒക്കെ സേവനമനുഷ്ഠിച്ചിരുന്ന വ്യക്തിയാണ് ഗുരുവിദ്യ ചൈതന്യദേവ്. അമേരിക്കയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു റേഡിയോ പ്രഭാഷണ പരമ്പര അത് ആരുടേതാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഗുരുവിദ്യ ചൈതന്യദേവിയുടേതാണ് എന്നുള്ളതാണ്. 1973 അമേരിക്കയിൽ അദ്ദേഹം നടത്തിയ പ്രഭാഷണ പരമ്പരയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കുന്നത്. ആ ഒരു ആവശ്യത്തെ നിറഞ്ഞ സന്തോഷത്തോടെയാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചത്. അതിനുള്ള പ്രവർത്തനം ആദ്യഘട്ടം മുതൽ തന്നെ ആരംഭിക്കുകയും സ്വന്തം നാട്ടിൽ, അതായത് നാഗരത്തിനോട് ചേർന്ന പ്രദേശത്ത് എവിടെയെങ്കിലും ഈ അന്താരാഷ്ട്ര പഠന ഗവേഷണ കേന്ദ്രം നിർമ്മിക്കുന്നതിനുള്ള ഭൂമി ലഭ്യമാക്കണമെന്ന് ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. ബഹുമാനപ്പെട്ട MLA ആണ് അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചത്.
പല ശ്രമങ്ങൾ ഭൂമി കണ്ടെത്തുന്നതിന് വേണ്ടി നടത്തിയെങ്കിലും ആ ശ്രമങ്ങളൊക്കെ ആദ്യ കാലയളവിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ മറ്റു പല സ്ഥലങ്ങളിലും ഭൂമി ലഭ്യമായ മറ്റു പല പഞ്ചായത്തിലേക്കും ഈ ഒരു പ്രവർത്തനം, ഈ ഒരു വലിയ പദ്ധതി മാറ്റപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ആ ശ്രമം നമ്മളിൽ വലിയ നിരാശ ഉണ്ടാക്കി. ബഹുമാനപ്പെട്ട MLA-ക്കും നിരാശ ഉണ്ടാക്കി, ഞങ്ങൾക്കും നിരാശ ഉണ്ടാക്കി. കാരണം ഞങ്ങളുടെ ആഗ്രഹം അദ്ദേഹം ജനിച്ച മണ്ണിൽ തന്നെയാണ് അദ്ദേഹത്തിന് വേണ്ടി ആദര സൂചകമായി ഇങ്ങനെ ഒരു പ്രൊജക്ട് വരേണ്ടത് എന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞങ്ങൾ ശ്രമം ഉപേക്ഷിച്ചില്ല. നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ ഏറ്റവും സന്തോഷത്തോടെ നമ്മുടെ മോഹനൻ ചേട്ടനാണ് ഇതിനു വേണ്ടിയിട്ടുള്ള ഭൂമി ഗ്രാമപഞ്ചായത്തിന് വിലയ്ക്ക് നൽകാമെന്ന് സമ്മതിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതികളെല്ലാം, അവസാന വർഷത്തെ പദ്ധതികളെല്ലാം ഏറ്റെടുത്ത സമയമായിരുന്നു. പല പദ്ധതികൾക്കും വേണ്ടി പണം വകയിരുത്തിയിരിക്കുന്നത് കാരണം ആ പദ്ധതികൾ ഒന്നിൽ ഉപേക്ഷിച്ച് മാത്രമേ ഭൂമി ഏറ്റെടുക്കുവാൻ കഴിയൂ എന്ന സാഹചര്യം എത്തിയപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനങ്ങൾക്ക് സ്റ്റേറ്റിൽ നിന്ന് ലഭിച്ച അംഗീകാരമായ സ്വരാജ് ട്രോഫിയുടെ പ്രൈസ് മണി ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും അടുത്ത് തന്നെ ലഭ്യമാക്കും എന്നുള്ള ആ ഒരു സർക്കാർ ഉത്തരവ് ലഭിക്കുകയും ഉടനെ തന്നെ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ആ സ്വരാജ് ട്രോഫി പ്രൈസ് മണി ഉപയോഗിച്ചുകൊണ്ട് ഈ ഭൂമി വാങ്ങുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഏറ്റവും വേഗം തന്നെ പൂർത്തിയാക്കുകയും ഇന്ന് ആ മഹനീയ കർമ്മം നടക്കുകയും ചെയ്യുകയാണ്. അതിന്റെ മറ്റ് പ്രവർത്തനങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഇതിന്റെ വിനിയോഗ സാക്ഷ്യപത്രം ഇന്ന് ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് കൈമാറുകയാണ്. ഈ അവസരത്തിൽ ഗ്രാമപഞ്ചായത്തിന് ഏറ്റവും നന്ദി പറയാനുള്ളത് ഭൂമിയുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് KU ജനീഷ് കുമാർ അവരോടാണ്. അദ്ദേഹത്തിന്റെ ശ്രമഫലമായാണ് പല തവണയും ഇത് മുൻപോട്ട് പോകുന്ന അവസരത്തിൽ കൃത്യമായി അവലോകന യോഗങ്ങൾ വിളിച്ച് പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം നീക്കി എത്രയും വേഗം ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് നമ്മളെ സഹായിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട MLA ആണ്. ഈ മാതൃക നിവാസികളുടെ പേരിലും ലോകമെങ്ങുമുള്ള ഗുരുവിന്റെ ശിഷ്യരുടെ പേരിലും അദ്ദേഹത്തോടുള്ള നന്ദി പറയാൻ വേണ്ടി കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീലതോപ്പ് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാലുവേഷൻ എടുക്കുന്ന സമയത്തൊക്കെയാണെങ്കിലും ശ്രീലതോപ്പാണ് ഓരോ തവണയും ശ്രീലതോപ്പ് എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർത്തിയാകുന്നത് വരെ നമ്മളെ ഇങ്ങനെ നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ശ്രീലതോപ്പ് അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ ഈ പ്രവർത്തനം പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞു. ഒരുപാട് സന്തോഷമുണ്ട്. ഗ്രാമപഞ്ചായത്തിന്റെ മികച്ച പ്രവർത്തനത്തിന് ലഭിച്ച കേരള നിയമസഭയിലേക്ക് ഈ നാട് എന്നെ തെരഞ്ഞെടുത്ത് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് ഏകദേശം ഈ ടൈം ആകുമ്പോൾ 6 വർഷം പൂർത്തീകരിക്കുകയാണ്. 2019 ഏകദേശം ഇതേ സമയത്ത് ഒക്ടോബർ മാസം 28 ഇതേ സമയത്താണ് കേരള നിയമസഭാംഗമായ സത്യപ്രതിജ്ഞ ചെയ്തത്. നിയമസഭാംഗമായി തെരഞ്ഞെടുക്കുന്ന സമയം മുതൽ തന്നെ നമ്മുടെ നാട് ഏതെല്ലാം മേഖലയിൽ എന്തെല്ലാം പുരോഗതി കൈവരിക്കണം എന്ന ധാരണയുണ്ടായി. ആ സമയത്ത് എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യമായിരുന്നു ഗുരു നിത്യചൈതന്യക്ക് ജന്മനാട്ടിൽ നല്ലൊരു സ്മാരകമില്ല എന്നുള്ള കാര്യം. ഗുരു നിത്യചൈതന്യക്ക് എന്ന് പറയുമ്പോൾ വകയാറും കോന്നിയിലും ഈ ജില്ലയിലും കേരളത്തിലും ഇന്ത്യയിലും ഒന്നുമല്ല, നമുക്കറിയാം. സാർവദേശീയ തലത്തിൽ ലോകത്താകമാനം ജനകോടികളുടെ മനസ്സിൽ ഉചിതമായ സ്മാരകം അദ്ദേഹത്തിനുണ്ട്. കാരണം ഈ ലോക ജീവിതത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്രമാത്രം ശ്രേഷ്ഠമായിരുന്നു. ലോകത്തെ പല രാജ്യങ്ങളിലും ശിഷ്യഗണങ്ങളുള്ള
സന്യാസി ശ്രേഷ്ഠൻ മാത്രമായിരുന്നില്ല ഗുരു നിത്യചൈതന്യേതി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ധാരാളം ശിഷ്യഗണങ്ങളുള്ള സന്യാസ ശ്രേഷ്ഠനായിരിക്കുമ്പോൾ തന്നെ ലോകത്തെ ചിന്തിപ്പിച്ച ഗ്രന്ഥങ്ങൾ രചിച്ച ഗ്രന്ഥകാരനായിരുന്നു, കവിയായിരുന്നു, മനഃശാസ്ത്രജ്ഞനായിരുന്നു. ധാരാളം സവിശേഷതകൾ ഗുരുവിന് ചാർത്തിക്കൊടുക്കുവാൻ വേണ്ടി നമുക്ക് കഴിയും. ശ്രീനാരായണ ഗുരുദേവന്റെയും നടരാജ ഗുരുദേവന്റെയും എല്ലാം ആ ജീവിതശൈലിയും ആശയവും എല്ലാം പ്രചരിപ്പിക്കുന്നതിനോടൊപ്പം സ്വന്തമായ ചിന്തയിൽ നിന്ന് ഉദ്ഭവിക്കുന്ന ആശയങ്ങൾ ഇന്ന് കാലങ്ങൾക്ക് ഏറെ കഴിഞ്ഞിട്ടും ലോകത്താകെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിന്റെ വിവിധ സർവകലാശാലകളിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ, അദ്ദേഹം രചിച്ച പുസ്തകങ്ങളെല്ലാം വിദ്യാർത്ഥികൾ പഠന വിധേയമാക്കുകയാണ്. അങ്ങനെ ലോകമേറെ ആരാധിക്കുന്ന വ്യക്തിത്വത്തിന്റെ ജന്മനാട്ടിൽ അദ്ദേഹം വിട പറഞ്ഞിട്ട് 4 നൂറ്റാണ്ടടുക്കുന്ന സമയത്തും ഉചിതമായൊരു സ്മാരകമില്ല എന്നുള്ളത് അതിശയത്തോടെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും അതൊരു അതിശയം തന്നെയായിരുന്നു എനിക്ക്. 99 നമുക്കറിയാം ഗുരു നിത്യചൈതന്യ ഈ ലോക ജീവിതം വെടിയുന്നത്. അദ്ദേഹത്തിന്റെ അനുയായികൾ മാത്രമല്ല, ഈ പ്രപഞ്ചം, ഈ ലോകം ഇങ്ങനെ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു സുദിനമാണ് ഈ ദിവസം. ആ ധാരാളമായ ആളുകളുടെ ആഗ്രഹമാണ് യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുന്നത്. ഇവിടെ രേഷ്മ സൂചിപ്പിച്ചു, 2021 കേരള നിയമസഭയുടെ ബഡ്ജറ്റിലാണ് ഗുരു നിത്യചൈതന്യയുടെ സ്മാരകം ആദ്യമായി കേരള നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നത്. പക്ഷേ നമ്മളെ അലട്ടിയ പ്രശ്നം ഭൂമി കണ്ടെത്തിയില്ല എന്നുള്ളതായിരുന്നു. ആ സമയത്ത് യതിയുടെ സ്മാരകം ജന്മനാട്ടിൽ ഉയരാൻ പോകുന്നു എന്ന നമ്മുടെ പ്രഖ്യാപനത്തെ നാടൊന്നാകെ ഹൃദയത്തിൽ ഏറ്റെടുക്കുകയായിരുന്നു. വിവിധ ഭാഗങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ ആശയ പ്രചാരകരെല്ലാം എന്നെ ബന്ധപ്പെട്ടു. പക്ഷേ ഞങ്ങൾ ഇവിടെ ഒരുപാട് പരിശ്രമിച്ചിട്ടും ഭൂമി ലഭ്യമാകുന്നില്ല. ആ സമയത്താണ് കേരളത്തിലെ നിയമസഭ ഒന്നാകെ, മുഖ്യമന്ത്രിയും മന്ത്രിമാരെ ക്യാബിനറ്റ് ഒന്നാകെ, അതിനുശേഷം നവകേരള സദസ്സുമായി കേരളമാകെ യാത്ര ചെയ്യുന്നു. എല്ലാ ഭാഗത്തരങ്ങളുടെയും അഭിപ്രായങ്ങൾ കേൾക്കുക എന്നുള്ളതായിരുന്നു ആ നവകേരള സദസ്സ് കൊണ്ട് ജനം, ഗവൺമെന്റ് ആഗ്രഹിച്ചിരുന്നു. എല്ലാ സാമുദായിക സംഘടനാ ഭാരവാഹികളും അതിൽ പങ്കെടുത്തു. കൂടിയിരിക്കുന്ന ധാരാളം ആളുകൾ അതിൽ പങ്കെടുത്തവരാണ്. മുഖ്യമന്ത്രിയുടെ രാജ്യത്തെ പ്രോഗ്രാം SNDP യൂണിയന്റെ ഒരു നിർദ്ദേശം അവിടെ ഉയർന്നു വന്നു. SNDP യൂണിയൻ പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് ഈ സ്മാരകം വേഗം നടപ്പിലാക്കണം എന്ന നിർദ്ദേശം വെച്ചത്. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഈ പ്രഖ്യാപിച്ചിരുന്നു, പക്ഷേ യാഥാർത്ഥ്യത്തിലേക്കാവുന്നില്ല. കാലതാമസം എടുത്തു പോകുന്നു. ഭൂമി ഏറ്റെടുക്കുന്ന പ്രശ്നമെല്ലാം മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇടപെടണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത്
കുറിച്ചെടുത്തതിന് ശേഷം മറുപടി പറഞ്ഞു. ആ രീതിയിൽ തന്നെ പറഞ്ഞു. ഇത്തരം സമുച്ചയങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഭൂമിയുടെ പ്രശ്നവും എല്ലാം ഉണ്ട്. അത് പ്രഖ്യാപിച്ചതാണെങ്കിൽ അത് ഗവൺമെന്റ് നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിനുശേഷം ഇതെല്ലാം മണ്ഡലം തലത്തിൽ ക്രോഡീകരിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഓരോ MLA-മാരുമായി സംസാരിച്ചു. സത്യത്തിൽ അദ്ദേഹമാണ് വളരെ വേഗം തന്നെ ഇതിന് സ്ഥലം കണ്ടെത്തി അതാരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകുന്നത്. എനിക്ക് മാത്രമല്ല, ഉദ്യോഗസ്ഥ തലത്തിലുമെല്ലാം നൽകി. പക്ഷെ അപ്പോഴും ആര് പണം മുടക്കും എന്നൊരു ആശങ്കയുണ്ടായിരുന്നു സ്ഥലം വാങ്ങാൻ. സാധാരണഗതിയിൽ നമുക്കറിയാം, പ്ലാൻ ഫണ്ടുകളെല്ലാം കുറവുള്ള ഒരു പഞ്ചായത്താണ് അരുവാപ്പുഴ. ആ പഞ്ചായത്തിൽ അങ്ങനെ പണം മുടക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. പല മാർഗങ്ങൾ ആലോചിക്കുന്ന ഘട്ടത്തിലാണ് അരുവാപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ തേടി സംസ്ഥാന സർക്കാർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു പോയിന്റ് നഷ്ടപ്പെട്ടാൽ ആ സ്വരാജ് ട്രോഫി നഷ്ടപ്പെടും. സ്വരാജ് ട്രോഫി നഷ്ടപ്പെടുമ്പോൾ കേവലം ഒരു ട്രോഫി മാത്രമല്ല നഷ്ടപ്പെടുന്നത്. ആ പഞ്ചായത്ത് അതിന്റെ ഭാഗമായി പ്രത്യേക ഗ്രാൻഡുണ്ട്. സ്വരാജ് ട്രോഫിയുടെ ഭാഗമായി തുടർച്ചയായി 2 തവണ സ്വരാജ് ട്രോഫി കരസ്ഥമാക്കിയതോടുകൂടി ആത്മവിശ്വാസം അരുവാപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് എത്തി. ഞങ്ങൾ ഭൂമി വാങ്ങിത്തരാം. ദേശീയ വർഗീസും ദീപവും എല്ലാം കൂടി ചേർന്ന് ഞങ്ങൾ ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ വേണ്ടി നിലകൊണ്ട രാക്ഷസന്മാരെ നമുക്ക് റവന്യൂ ഭൂമിയിലേക്ക് ഈ സ്മാരകം മാറ്റാം. അങ്ങനെ ആലോചന നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ദേശീയയും ഇവരെല്ലാം കൂടി ജന്മനാട്ടിൽ തന്നെ ഉണ്ടാവണം. ഞങ്ങൾ സ്വരാജ് ട്രോഫി ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് സ്ഥലം വാങ്ങിത്തരാം. ഒരു പടി കൂടി കടന്നു പറഞ്ഞു, ഇനിയും കൂടുതൽ പണം ആവശ്യമാണെങ്കിൽ ആ പണം ഞങ്ങളുടെ ഭൂമി, വർഗീസിന്റെ വാക്കുകൾ ഞാനിപ്പോ ഓർക്കുന്നു, ഞങ്ങളുടെ ഭൂമി കൊടുത്തിട്ടാണെങ്കിലും ഞങ്ങൾ വാങ്ങിത്തരും. അപ്പോഴും സ്വരാജ് ട്രോഫിയുടെ കൊണ്ട് മാത്രം ഇത് വാങ്ങാൻ കഴിയും എന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നില്ല. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മറ്റു ഫണ്ടുകൾ, അവരെ കൊണ്ട് ചെയ്യാവുന്ന ഫണ്ടുകളെല്ലാം കോർഡിനേറ്റ് ചെയ്തു. അപ്പോഴാണ് മോഹൻ ചേട്ടനെ സ്ഥലം ഇവർ മോഹിക്കുന്നത്. നമുക്കറിയാം, ആ സ്ഥലത്തിന് പഞ്ചായത്ത് കൊടുത്ത പണമല്ല. ഇപ്പം മോഹൻ ചേട്ടൻ ആ പണം, ആ സ്ഥലം കൊടുത്താൽ അതിന്റെ 2.5 ഇരട്ടി തുക അദ്ദേഹത്തിന് ലഭിക്കും. ഒരു സംശയവും വേണ്ട. ആ ഘട്ടത്തിലാണ് ഇവരെല്ലാം എന്നെയും കൂട്ടി, ദീപുവാണ് ആദ്യം ഈ ഭൂമി കാണുന്നത്, ഞങ്ങളെല്ലാം കൂട്ടി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി അദ്ദേഹവുമായി സംസാരിച്ചു. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആ വാക്ക്, അന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം മാറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്ന ഒരു പ്രത്യേകത. അന്ന് അദ്ദേഹം ഒരു വില പറഞ്ഞു. നമുക്ക് പക്ഷേ നിയമപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിലെ തീരുമാനങ്ങൾ, പദ്ധതി അംഗീകാരണം, സംസ്ഥാന സർക്കാരിന് അങ്ങനെയൊക്കെ വലിയ തടസ്സങ്ങളുണ്ട്. ആ സമയത്ത് അതിന്റെ ഇരട്ടി വിലയിലധികം അദ്ദേഹത്തോട് ചെന്ന് പറഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഞാൻ നബിയുടെ സ്മാരകത്തിന് വേണ്ടി എന്റെ ഭൂമി കൊടുക്കാമെന്ന് ഭരണസമിതിക്കാർക്ക് ഉറപ്പ് കൊടുത്തതാണ്. അതുകൊണ്ട് ഇനിയും നിങ്ങൾ എത്ര രൂപ നൽകിയാലും എന്റെ ഭൂമി വിട്ടു നൽകില്ല. അതിന് ഞങ്ങൾ 1 രൂപ അഡ്വാൻസ് പോലും കൊടുത്തിരുന്നില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നല്ല ഒരു മനസ്സിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. നമുക്ക് ഈ നാട് ഒന്നായി നിന്നുകൊണ്ട് നമുക്ക് വളരെ വേഗം ഇതിന്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് കടക്കണം. ഞാൻ ഈ വസ്തു വാങ്ങുന്ന ഘട്ടത്തിൽ തന്നെ, അത് എഴുതുന്ന ഘട്ടത്തിൽ തന്നെ, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിൽ നിൽക്കുമ്പോൾ തന്നെ അവിടെ ആവശ്യമായ പരിശോധനകളെല്ലാം നടത്തി
പൊതുമേഖലാ സ്ഥാപനമായ XLL അതിന്റെ DPR എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഈ രേഖയും കൂടി നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഓണർഷിപ്പ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത വർക്കിംഗ് ഗ്രൂപ്പിൽ അന്തിമ ഭരണാനുമതി വാങ്ങി ടെൻഡറിലേക്ക് കടക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഫസ്റ്റ് ഫേസ് മാത്രമാണ് ഈ 7 കോടി രൂപ. നമ്മുടെ DPR എന്ന് പറയുന്നത് 50 കോടി രൂപയുടെ DPR ആണ്. ഘട്ടം ഘട്ടമായി ലോകത്തെല്ലാ സ്ഥലത്തുമുള്ള എലിയുടെ ശിഷ്യഗണങ്ങൾക്കെല്ലാം സമ്മേളിക്കാൻ കഴിയുന്ന ഒരു കേന്ദ്രമായി ലോകത്തെല്ലാ സ്ഥലത്തും അദ്ദേഹത്തിന്റെ നാമം മാത്രമല്ല, നമ്മുടെ കോന്നിയുടെയും വരയാറിന്റെയും നാമം ഉയർന്നു കേൾക്കാൻ കഴിയുന്ന ഒരു വലിയ സ്മാരകമായി നമ്മുടെ ഈ എലി സ്മാരകം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ചരിത്രപരമായ സുദിനത്തിൽ നമ്മുടെ സ്വാമി സൂചിപ്പിച്ചതുപോലെ സ്വാമി അതിന്റെ അനുഗ്രഹ പ്രഭാഷണത്തിൽ സ്വാമിജി പറഞ്ഞ ആ വാക്ക് യഥാർത്ഥത്തിൽ ഒരു സുദിനമാണ്. ലോകത്തെ എല്ലാ എലിയെ സ്നേഹിക്കുന്ന, ഗുരുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, ഗുരുവിന്റെയും നാടിന്റെയും എല്ലാ പുരോഗതി ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചൊരു സുദിനമാണ്. ഈ ചരിത്രപരമായ ഈ സുദിനത്തിൽ അരുവാപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ അങ്ങേറ്റം അഭിനന്ദിച്ചുകൊണ്ട് നമ്മൾ 5 വർഷം ഒരുപാട് മാതൃകയായ പ്രവർത്തനം, അഭിനന്ദനാർഹമായ പ്രവർത്തനം നടത്താൻ അരുവാപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ എല്ലാ മന്ത്രിമാരും അരുവാപ്പുറം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ച് കുറിപ്പിടുമ്പോൾ ഏറെ അഭിമാനത്തോടെയാണ് നമ്മൾ എല്ലാവരും അത് സ്വീകരിക്കുന്നത്. ഓരോ പദ്ധതിയും കേരളത്തിന് മാതൃകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് നമ്മുടെ യൂത്തിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ള പ്രവർത്തനം മറ്റുമെല്ലാം സൂചിപ്പിച്ചുകൊണ്ട്, കൃഷിമന്ത്രി കേരളത്തിലെ സ്മാർട്ട് വില്ലേജ് ഓഫീസ് അതും സംബന്ധിച്ചായി കഴിഞ്ഞ ദിവസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി അത്ഭുതപ്പെടുത്തി. എന്റെ മണ്ഡലത്തിൽ പോലും ഞാൻ ഇത്ര രൂപ മുടക്കി റോഡുകൾ ചെയ്തിട്ട് അരുവാപ്പുരത്തെ ജനങ്ങളുടെ ഒപ്പം നിന്ന് 5 വർഷം ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ഭരണസമിതി. കുഞ്ഞുങ്ങളുടെ കാര്യം മുതൽ വയോധികരുടെ കാര്യം വരെ ഒരുപാട് കാര്യങ്ങൾ. ഒരു മോഡൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയാണ്. അതിൽ ഏറ്റവും അവസാന ദിവസം നമുക്കറിയാം, ഇനിയും ഇവർക്ക് ഔദ്യോഗിക പരിപാടികൾ അധികം നടത്താൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം 2-3-5 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ പ്രഖ്യാപിക്കും. അപ്പോ അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പദ്ധതി, അതുകൊണ്ട് ഒരു വാശിയായിരുന്നു ഇത് അതിനു മുമ്പ് പൂർത്തീകരിക്കണമെന്നുള്ളത്. തീർച്ചയായും ആ പദ്ധതി ഒരു വലിയ മുന്നേറ്റമാണ് നാളിൽ ഉണ്ടാക്കുന്നത്. അതിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞ പ്രിയപ്പെട്ട അരുവാപ്പുറം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലെ എല്ലാ അംഗങ്ങളോടും സ്നേഹപൂർവ്വം അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് നാളൊന്നാകെ ഈ ഇതിനെ വലിയ പിന്തുണ നൽകിയിട്ടുണ്ട്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാമിജിയെ കാണാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. സ്വാമിജിയുടെ ഓരോ വാക്കുകൾ പോകുമ്പോൾ സ്വാമിജി തരുന്ന എലിയുടെ ഗുരുവിന്റെ പുസ്തകങ്ങൾ അതെല്ലാം വലിയ ഓരോ ആളും വായിക്കേണ്ട പുസ്തകം. ഞാനൊരു പുസ്തകം ആവശ്യപ്പെട്ടാൽ സ്വാമിജി തരുന്നത് എനിക്ക് എന്താണോ ആ ഘട്ടത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നത് ആ പുസ്തകമാണ് നൽകുന്നത്. തീർച്ചയായും അങ്ങനെ നൽകുന്ന സ്വാമിജി ഉൾപ്പെടെ നൽകുന്ന പിന്തുണ SNDP പത്തനംതിട്ട യൂണിയന്റെ ഭാരവാഹികൾ ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധയോടെ അവരുടെ ഒരു നല്ല ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായി. SNDP പത്തനംതിട്ട യൂണിയൻ ഭാരവാഹികളെ സംബന്ധിച്ചും ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ്. അവരുടെ ദീർഘകാലത്തെ ഒരാഗ്രഹം, ആ ആഗ്രഹം അവരുടെ ഇടപെടലിലൂടെ യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുന്നു എന്ന അവരുടെ ഒരു സംതൃപ്തിയും എല്ലാം ഈ ദിവസങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ വന്നപ്പോ നമ്മുടെ രാവിലെ സുന്ദരേശൻ എന്റെ വീട്ടിൽ രാവിലെ പ്രത്യേക ഭക്ഷണവും ഒക്കെ അവർ തന്നിരുന്നു. അപ്പൊ അവരെല്ലാം സ്നേഹം, അപ്പോ അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ ഒരുപാട് പേരുടെ നല്ല ഒരു പരിശ്രമം ഉണ്ടായിട്ടുണ്ട്. അവരെല്ലാം
അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് വളരെ വേഗം തന്നെ ഈ സ്ഥാപനത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് കടക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഭൂമി ഏറ്റുവാങ്ങിയതായി പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഗുരുവിന്റെ സ്നേഹസ്പർശം വിനിയോഗത്തിനായി വിനിയോഗ സാക്ഷ്യപത്രം ഏറ്റുവാങ്ങുന്നതിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും നൽകുന്നതിനായി ബഹുമാനായ എംഎൽഎയും ക്ഷണിക്കുന്നു. ഈ ദാതാവ് ധന്യനാണ്. ഇത് തന്നെ ഒരവസരത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ശിവഗിരിയിലെത്തുകയും മംഗളാനന്ദ സ്വാമിജിയെ കാണാനും അദ്ദേഹവുമായുള്ള സംഭാഷണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലുമൊക്കെ വന്നിട്ടുള്ള വലിയ വ്യതിയാനത്തെ സംബന്ധിച്ച് സൂചിപ്പിച്ചു. അതിന് മൊത്തത്തിൽ ശ്രീരാമദേവന്റെ ദർശനം എല്ലാ തലങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള ഏറ്റവും മഹത്തായ കർമ്മ പദ്ധതികളായിരുന്നു നടപ്പിലാക്കി എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ചില പ്രസംഗങ്ങൾ വളരെ ചെറുപ്പത്തിൽ കേൾക്കുന്നതിന് എനിക്കും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. എത്ര വലിയ വിഷയമാണെങ്കിലും എത്ര ലളിതമായ എല്ലാവർക്കും മനസ്സിലാക്കുന്ന ഒരു പ്രസംഗ രീതി നമ്മളെല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ സമാനതകളില്ലാത്ത ഒരു വലിയ വ്യക്തിത്വം ഈ ചടങ്ങോടുകൂടി നമ്മുടെ നാട് അത് തോന്നി പത്തനംതിട്ടയുമല്ല കേരളമെല്ലാം അഭിമാനത്തോടു കൂടി കാണുന്നു. എന്നെയും പലപ്പോഴും അതിശയിപ്പിച്ചവരെ സൂചിപ്പിച്ചതുപോലെ 25 വർഷങ്ങൾ പിന്നിടുകയാണ് സ്വാമിജിയുടെ സമാധി. പക്ഷെ ഇങ്ങനെ ഏറ്റവും അനിവാര്യമായ ഈ കർമ്മം നിർവഹിക്കുവാനുള്ള പശ്ചാത്തലത്തെ സംബന്ധിച്ച് ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. ബഹുമാനായ എംഎൽഎ സൂചിപ്പിച്ച 6 വർഷങ്ങൾ പൂർത്തീകരിക്കുകയാണ്. പത്തനംതിട്ടയിൽ നടന്ന നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി ബഹുമാനായ നമ്മുടെ എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം പത്തനംതിട്ട സിപിയുടെ സെക്രട്ടറി തന്നെ DL കുമാർ അവർ തന്നെ നിവേദനം നൽകി ഞങ്ങൾക്കെല്ലാം സന്തോഷം നൽകുന്ന മറുപടിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ നിന്നുണ്ടായി. അത് കേവലമായ മറുപടിയല്ല, അത് ആർജവത്തോടുകൂടിയുള്ള ആത്മാർത്ഥമായ ഒരു സമീപനമായിരുന്നു. പക്ഷേ എങ്കിലും സർക്കാർ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പരിമിതികൾ നമുക്കറിയാം. പക്ഷെ ഒന്ന്
പത്തനംതിട്ടയിലെ 5 നിയോജകമണ്ഡലങ്ങളിൽ കേരള സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരുമായി സൗഹാർദ്ദപൂർവമായ ഒരു സമീപനത്തോടുകൂടി അദ്ദേഹം സൂക്ഷിക്കുന്ന വ്യക്തിപരമായ അടുപ്പം കൂടി അതുകൂടി മുതലാക്കിക്കൊണ്ട് ഗുരു നിത്യേനയുടെ പേരുടെ സ്മാരകവും അന്താരാഷ്ട്ര പഠന കേന്ദ്രവും തുടങ്ങുന്നതിന് വേണ്ടിയുള്ള ആദ്യ ചടങ്ങാണ് എന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇത് സ്വായത്തമാക്കുന്നതിന് വേണ്ടി ഒരു ചെറിയ നിമിത്തം മാത്രമാണ് എന്നിരുന്നത്. 2023 ഡിസംബർ മാസം 17-ാം തീയതിയാണ് പത്തനംതിട്ടയിൽ നടന്ന നവകേരള സദസ്സ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേരളത്തിലെ എല്ലാ മന്ത്രിമാരും വരുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ ആ ഒരു ടാബിൽ വെച്ച് തന്നെയാണ് നമുക്ക് ഒരവസരം ലഭിക്കുന്നത്. പത്തനംതിട്ട SNDP യൂണിയൻ്റെ ഭാരവാഹികളുടെ പ്രതിനിധിയായി ഞാൻ അതിൽ പങ്കെടുക്കുമ്പോൾ ഗുരു നിത്യേനയുടെ സ്മാരകം കേരളത്തിൽ ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ അത് ഇന്നും എത്താതെ പോകുന്നു എന്നുള്ള ഒരു അനുഭവം ബഹുമാനായ MLA തന്നെ എന്നോട് സൂചിപ്പിക്കുകയുണ്ടായി. ഞാൻ ഇക്കാര്യം ഈ നവകേരള സദസ്സിൽ ഉന്നയിക്കുവാൻ ഇടയായത് അങ്ങനെയാണ്. നവകേരള സദസ്സിൽ ബഹുമാനായ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞത് കൂടുതലായി ഒരാൾ പറഞ്ഞ ഒരു വിഷയം തന്നെ വീണ്ടും വീണ്ടും ആവർത്തിക്കാനിടയാകരുത്. പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാവുന്നതാണ്, മലയോര ജില്ലയാണ്. ഈ ജില്ലയുടെ പ്രശ്നങ്ങൾ ഒട്ടേറെ മറ്റു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങൾ പറയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആവശ്യം, നമ്മുടെ സംഘടനയ്ക്ക് ആവശ്യപ്പെട്ട ഒന്നാണ് എരിയുടെ സ്മാരകം പണിയുക. എരിയുടെ സ്മാരകം പണിയുക എന്ന് പറയുമ്പോൾ